എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇപ്പോൾ തുടർച്ചയായി 3-ാം ദിവസത്തിലാണ് ഇങ്ങനെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നത്? ഇനിയും ഇതേപോലെയാണോ പ്രതിഷേധം തുടരാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട കുറ്റാരോപിതരായിട്ടുള്ള ആളുകളെ മുഴുവൻ മാൻഡേറ്ററി ആയിട്ടുള്ള ചാർജ് ഷീറ്റ് 90 ദിവസത്തിനകം നൽകാത്തതിന്റെ ആനുകൂല്യം സ്വീകരിച്ച് പാർഷ്യൽ എഫ്ഐആർ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ അന്വേഷണ സംവിധാനം മുഴുവൻ തകിടം മറിച്ച് ശബരിമല അയ്യന്റെ സ്വർണം കട്ടതായിരിക്കുന്ന ആളുകളെ SITയിൽ സ്വാധീനം ഉപയോഗിച്ച് സംരക്ഷണം കൊടുക്കുക. ആ സംരക്ഷണ കവചം തീർക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിശ്വാസികളുടെ പ്രതിഷേധം ഏറ്റെടുത്താണ് UDF ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ആ നിരയിലേക്ക് വരികയാണ്. മുരാരി ബാബു മുതൽ തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുകയാണ് ആ പുറത്തു വരുന്ന ആളുകൾ. ഒരു കാരണവശാലും ഇതിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കില്ല. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധവും സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായി കൊണ്ടുവരും. ഇന്നിപ്പോൾ സഭാ കവാടത്തിൽ നിന്ന് ഇതിന്റെ പ്രതിഷേധം ആരംഭിക്കാനുള്ള പുറപ്പാടിലാണ് UDF.